ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റിത്തു വിത്ത് ഫാമിലി യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ റിത്തൂസിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ്. അത് നമ്മുടെ ബട്ട് റോഡ് ബീച്ചിലാണ്, സമുദ്ര ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മളെല്ലാവരും കൂടി അവിടേക്ക് പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു. അപ്പോൾ അച്ഛനും അമ്മയും ഒരു വണ്ടിയിൽ പോയി, റിത്തൂസ് അച്ഛൻ്റെ അമ്മയുടെ കൂടെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളിത് പറഞ്ഞിട്ടുണ്ടായിരുന്ന ടൈം എന്ന് വെച്ചാൽ 9:45 അവിടെ ഓഡിറ്റോറിയത്തിൽ എത്തണം എന്നായിരുന്നു. അപ്പം നമ്മൾ കറക്റ്റ് 9:45, ഒരു 9:55 ആകുമ്പോഴേക്കും അവിടെ എത്തി. അപ്പോഴേക്കും ഒരുവിധം എല്ലാവരും എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം പാട്ടും ഡാൻസും എല്ലാം പുറത്തേക്ക് തന്നെ കേൾക്കുന്നുണ്ട്. അങ്ങനെ നമ്മളിതേ ബീച്ച് എത്തി. നമുക്ക് ശരിക്കും അവിടെ പോയി കഴിഞ്ഞാൽ ഒരു കലോത്സവത്തിന് പോയൊരു ഫീലൊക്കെ ആയിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നത്. കാരണം പണ്ട് കലോത്സവത്തിനൊക്കെ പോകുമ്പോൾ ഉള്ള ഒരു എന്താ പറയുക, കുട്ടികളുടെ കളികളും പാട്ടും അതുപോലെ തന്നെ ബാക്ക് സ്റ്റേജും എല്ലാം കൂടി മൊത്തത്തിലൊരു കലപിലയായിരുന്നു അവിടെ. പിന്നെ മക്കളും അല്ലേ, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ നിന്നില്ലെങ്കിൽ അവരുടെ വഴിക്ക് പോകും, അത്രയേ ഉള്ളൂ. അപ്പോൾ അതേ ഓരോരുത്തർ യൂണിഫോം പോലെയൊക്കെ നല്ല ഡ്രസ്സെല്ലാം ഇട്ടിട്ട് അംഗൻവാടി വർക്കേഴ്സ് എല്ലാം ഉണ്ട്, അതുപോലെ തന്നെ ടീച്ചേഴ്സ് ഉണ്ട്, എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞിട്ട് 2 സ്റ്റേജ് ഉണ്ടായിരുന്നു. ഒരു സ്റ്റേജ് ഈ കാണുന്നതായിരുന്നു. അപ്പം നമ്മുടേത് സെക്കൻഡ് സ്റ്റേജിലാണ് പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ ടീച്ചറെ വിളിച്ചപ്പോൾ തന്നെ സെക്കൻഡ് സ്റ്റേജിലാണെന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. നമ്മളെത്തുമ്പോഴേക്കും തന്നെ കുറേ പരിപാടികൾ അവിടെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേ കുട്ടികളെല്ലാം ഒരുങ്ങി നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മളിപ്പം റെൻറ്റിനൊന്നും ഡ്രസ്സ് എടുത്തിട്ടില്ല, കാരണം 2-3 കുട്ടികൾക്ക് എത്താൻ പറ്റാത്ത കാരണം ടീച്ചർ പറഞ്ഞു ഒരു നല്ല ഫ്രോക്ക് ഇട്ടാൽ മതി എന്ന് പറഞ്ഞപ്പം ഇതുപോലെ ഇങ്ങനെ ഡ്രസ്സ് ഇട്ട് വന്നതായിരുന്നു. പിന്നെ അവിടെ നിന്ന് ചെന്ന് മാറ്റാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവൾക്ക് മാറ്റാനുള്ള ഇഷ്ടം ഉണ്ടായിരുന്നു വരില്ല. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് മാറ്റി പുറപ്പെട്ട് പോകുന്നതാണ്. അപ്പം ഈ കുട്ടിയുടെ സിംഗിൾ ഡാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഗ്രൂപ്പ് ഡാൻസ്. അപ്പം നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ നമ്മൾ ഒട്ടും നിവർത്തില്ലാത്ത കാരണമാണ് തിരിച്ചു പോകുന്നത്. കാരണം ഒന്നാമത് റിത്തൂസിന് വയ്യാണ്ടിരിക്കുന്ന ടൈമായിരുന്നു. അപ്പോൾ അതേ ഈ ഒരു ചൂടും എല്ലാം കൂടി ആയപ്പം അവൾക്കും വെറീസായിട്ട് പിന്നെ നമ്മൾ വിചാരിച്ചു ഇനിയിപ്പോൾ തിരിച്ച് പോരാന്ന്. അപ്പോൾ ഇനി നമ്മുടെ അംഗൻവാടി പരിപാടി March 1 നടക്കുന്നുണ്ട്. അപ്പം എത്താൻ പറ്റുന്നവരൊക്കെ നടക്കാവ് അവിടേക്ക് എത്തുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ചാനലൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യണമെങ്കിൽ കറക്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ദേ ഇപ്പോൾ നമ്മുടെ സ്റ്റേജിൽ നമ്മുടെ കൊച്ചു കുട്ടികളുടെ ഒപ്പനയാണ്. അവരുടെ കയ്യിൽ നിന്ന് വിധം നന്നായിട്ട് കളിക്കുന്നുണ്ട്. കുറേ പേർക്ക് സ്റ്റേജ് എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമായിരിക്കും, ചിലർക്കാണെങ്കിൽ കരച്ചിലായിരിക്കും. അപ്പോൾ ചിലർ വരുമ്പം കരയുന്നത് കാണുന്നുണ്ട്, ചിലർ വരുമ്പം നല്ല സ്മാർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം എന്തായാലും ഫസ്റ്റത്തെ പേടി മാറാനും കൂടിയാണ് ഈ ഒരു അംഗൻവാടി ഇങ്ങനെയൊക്കെയുള്ള ഓരോ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. നമ്മൾ ചെറുപ്പത്തിലേ നമുക്ക് ഈ ഒരു പേടിയെല്ലാം മാറിക്കഴിഞ്ഞാൽ നമ്മളിപ്പം വലിയ ക്ലാസ്സിലൊക്കെ എത്തുമ്പോൾ നമുക്ക് സ്റ്റേജിനോടുള്ളൊരു പേടി തന്നെ മാറി കിട്ടിക്കോളും. അപ്പം നമ്മുടെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലുള്ള പരിപാടികളൊക്കെ പങ്കെടുപ്പിക്കുകയാണെങ്കിൽ അവർക്ക് കൂടി ഒരു പ്രോത്സാഹനമായിരിക്കും. മാത്രമല്ല അവർക്ക് കലകളോടുള്ള ഇഷ്ടം കൂടുകയും ചെയ്യും. അങ്ങനത്തെ റിത്തൂസ് ഇവിടെ ഒരു ഭാഗത്ത് നിന്ന് നല്ല കളിയിലാണ്. അവൾ ഫ്രണ്ട്സിനൊക്കെ കിട്ടിയപ്പം അവൾ കളിക്കാനുള്ള തിരക്കിലായിപ്പോയി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കൊച്ചു കൂട്ടുകാരുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.